കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് യാതൊരുവിധ ഡൊണേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. +2 മികച്ച മാർക്കുള്ളവർക്കും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈ സ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി. വടക്കേക്കര ആനാട്ട് കളരി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. വടക്കേക്കര നീണ്ടൂർ ആനാട്ട് കളരി സഭ വക ആനാട്ട് കളരി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ക്ഷേത്രതന്ത്രി PV ജോഷിയുടെ മുഖ്യ കാർമ്മികത്തിലാണ് മഹോത്സവം നടന്നത്. ഭാരവാഹികളായ പ്രസിഡന്റ് AS മോഹനൻ, സെക്രട്ടറി AP ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് AG സർജു, ഗജാൻജി, PA ഉദയൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. PV ജോഷി അവരുടെ മുഖ്യ കാർമ്മികത്തിലാണ് എല്ലാ ചടങ്ങുകളും നടന്നത്. അപ്പോൾ ഇത് വളരെ ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. അതിൻ്റെതായ പ്രത്യേകതകളും എല്ലാം ഉണ്ടായിരുന്നു. ജനങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് എല്ലാവർക്കും സഹകരിച്ച എല്ലാവർക്കും കൂടി നന്ദി. ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും ഈ ഉത്സവ ആഘോഷത്തിലും സഹകരിച്ച എല്ലാവർക്കും, ഈ പർവ്വത്തെ ഈ ജനാവലിക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. രാവിലെ 5:15 നടത്തുറപ്പ്, നിർമ്മാല്യ ദർശനം, അഭിഷേകം, തുടർന്ന് ഗണപതി ഹോമം, 7 മണിക്കും 7:30 മധ്യേ കുടനിവർത്തൽ ചടങ്ങ്, 8 മണിക്ക് വിശേഷാൽ പൂജ, മഹാമൃത്യുഞ്ജയ ഹോമം, നവകലശ പൂജ, കലശാഭിഷേകം, ഉച്ചയ്ക്ക് 12 മണിക്ക് അമൃതഭോജനം, വൈകിട്ട് 5 മണിക്ക് നടത്തുറപ്പ്, താലമെഴുന്നള്ളിപ്പ്, വൈകിട്ട് 6:30 ദീപാരാധന, ഭഗവത് സേന, തുടർന്ന് ലളിത സഹസ്രനാമാർച്ചന, രാത്രി 8 മണിക്ക് അത്താഴപൂജ, 9:30 ഗുരുതിയോടുകൂടി മഹോത്സവം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ.